ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികളെ വെറുതെ വിടാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് കോടതി പറഞ്ഞു. വിധി പറഞ്ഞത് ജസ്റ്റിസ് ബി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ്. വിശദാംശങ്ങളുമായി അനഘ നരിക്കുനി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനഘ, ഈ ജയിൽ മോചിതരായെത്തിയ പ്രതികളെ വലിയ അർത്ഥത്തിൽ സ്വീകരിച്ചതടക്കം BJP വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ, പരമോന്നത കോടതിയുടെ ഇടപെടൽ. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി. തീർച്ചയായും ഗുജറാത്തിനും BJPക്കും ഏറ്റിരിക്കുന്ന ഒരു കനത്ത തിരിച്ചടി എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു വിധി പ്രസ്താവത്തെ നോക്കിക്കാണേണ്ടത്. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഈ ബിൽക്കിസ് ബാനു കേസ്. ഈ കേസിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. അതായത് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട 11 പ്രതികളെയും കേസിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു നടപടി ശരിയായില്ല, ഈ 11 പ്രതികളെയും വിട്ട നടപടി ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ നിർണായകമായ കേസിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. ഇവർ 11 പേരും കുറ്റക്കാർ തന്നെയാണ്. ഇവരെ വിട്ടയച്ചിരിക്കുന്നത് ശരിയായില്ല, അത് റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി. ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു. ഇവരും ഉറ്റുനോക്കിയിരുന്നതും അത് തന്നെയായിരുന്നു. ബിൽക്കിസ് ബാനുവിന് ഈ ഒരു കേസിൽ നീതി ലഭിക്കുമോ എന്നതായിരുന്നു ഇവരും ഉറ്റുനോക്കിയിരുന്നത്. പൂർണ്ണമായൊരു നീതി എന്നൊരു രീതിയിൽ ഇതിനെ പറയാൻ കഴിയുമോ എന്നറിയില്ല എങ്കിൽ പോലും ഈ 11 പ്രതികളുടെയും ശിക്ഷാവിധി, അതായത് ഇവരുടെ ശിക്ഷാവിധിയിൽ ഇളവ് നൽകി ഇവരെ വെറുതെ വിട്ടയച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് സർക്കാരിനും ശക്തമായ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്നു. അതായത് ഗുജറാത്ത് സർക്കാർ ഉന്നയിച്ച വാദം, പ്രതികൾക്ക് മാനസാന്തരം ഉണ്ടാവണം, അവർക്ക് ഒരു മാറ്റം ഉണ്ടാവണം, മറ്റുള്ളവരെ പോലെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കണം എന്നൊക്കെയുള്ള വലിയ വാദങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികൾക്ക് വേണ്ടി ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ പശ്ചാത്തലത്തിലെല്ലാം തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം, ഈ ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള ബിൽക്കിസ് ബാനുവിന് നീതി ലഭിക്കുമോ, അവരുടെ മാനസികാവസ്ഥയെ പരിഗണിക്കേണ്ടതില്ലേ എന്ന ചോദ്യങ്ങളെല്ലാം ഉയർന്നിരുന്നു. അതുതന്നെയായിരുന്നു കേസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇരയാക്കപ്പെട്ട ആളിന് അപ്പോൾ ഇവിടെ യാതൊരുവിധ തരത്തിലുള്ള പരിഗണനയും ഇല്ലേ, അല്ലെങ്കിൽ അവരുടെ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ രീതിയിൽ ഉയർന്ന ഒരു ചോദ്യം. എന്നാൽ ആ ഒരു ചോദ്യത്തിന് ഒരല്പം ഒരാശ്വാസം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇരയെ കൂടി പരിഗണിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഇത്തരത്തിലൊരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ 11 പ്രതികളെയും, അതായത് ഇവർക്ക് ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നത് ശരിയായില്ല, അതിൽ ഗുജറാത്ത് സർക്കാർ കൈക്കൊണ്ട രീതി ശരിയായില്ല, എന്ത് തരത്തിലാണ് ഇത്തരത്തിലൊരു രീതി സ്വീകരിച്ചത് എന്നൊരു കാര്യം തന്നെയാണ് കോടതി ആവർത്തിച്ച് ചോദിച്ചത്. ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അത് ശരിയായില്ല എന്ന രീതിയിൽ തന്നെ അടിവരയിട്ട് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഈ 11 പ്രതികളുടെയും ഈ ശിക്ഷാവിധി റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ്, ഇവർ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവേണ്ടി വരുമോ, ഇനി എന്താണെന്ന് തന്നെയാണ് കേസിൽ ഉറ്റുനോക്കുന്നത്. അത്രമാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു ഈ ബിൽക്കിസ് ബാനുവിന്റെ കേസ്. അതായത് അവർ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു. അതുപോലെ തന്നെ ഈ ബലാത്സംഗത്തിന് ശേഷം അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 7 പേരടങ്ങുന്ന അവരുടെ കുടുംബത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്രൂര കൃത്യങ്ങൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ കേസുമായി അനഘ, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം K. അജിത കൂടി ചേരുകയാണ്, സാമൂഹ്യ പ്രവർത്തക. ശ്രീമതി അജിത,